ഹായ് ഹലോ, ഇന്ന് ഞാനിതാ നല്ലൊരു ബീഫ് കറി ഉണ്ടാക്കാൻ പോകുകയാണ് കേട്ടോ. ചപ്പാത്തിക്കും പത്തിരിക്കും പുട്ടുക്കും എല്ലാത്തുക്കും പറ്റുന്ന ഒരു ബീഫ് കറിയാണ്. ഞാൻ അതിന് ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളകും ഇട്ടിട്ട് ബീഫ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച് സവാള വാട്ടുകയാണ്. സവാള ഒന്ന് വാടിയതിന് ശേഷം ക്യാപ്സിക്കം, കിഴങ്ങ്, ക്യാരറ്റ്, തക്കാളി ഇതൊക്കെ ഇട്ട് നല്ലോണം വഴറ്റണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കണം, മല്ലിച്ചപ്പ് വേണം. ഇതൊക്കെ വഴറ്റുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ മല്ലിച്ചപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഉപ്പും കൂടി ഇട്ട് വഴറ്റുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മളെ വെന്ത ബീഫ് ഇതിലേക്കാണ്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഒന്നും കൂടി വേവിച്ചെടുക്കാം. ഇതൊന്ന് തളിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 2-3 ടീസ്പൂൺ നമ്മുടെ ചാറിന് എത്ര കുറുകൽ വേണോ അതിന് അനുസരിച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. മല്ലിപ്പൊടി ഇതൊന്ന് തിളച്ച് ഒന്ന് പകുതി മുക്കാലോളം നമ്മളെ കഷ്ണങ്ങൾ വെന്തതിന് ശേഷം വേണം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതാ ഞാൻ 2-3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരം അരക്കണം കേട്ടോ. അപ്പോൾ നാളികേരത്തിൽ നമ്മൾ എന്തൊക്കെ കൂട്ടുന്നതെന്ന് കാണിച്ചു തരാം. ഇനി ഇത് ഒന്നുകൂടെ മൂടി വെച്ച് ഇനിയും വേവിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളോട് കൂടെ നമ്മുടെ ബീഫ് ഒരു 3/4 ഭാഗം വെന്ത ബീഫ് വേവുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കണ്ടേ? അതിനായിട്ട് ഇതാ ഞാൻ നാളികേരം എടുത്തിട്ടുണ്ട്, ചെറിയുള്ളി, വെളുത്തുള്ളി പോണ 2 പോണ, പെരുംജീരകം നല്ലതുപോലെ ഫൈനായിട്ട് അരച്ചിട്ട് നമുക്കിതിലേക്കാണ്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ദോശയ്ക്കും പത്തിരിക്കും ചപ്പാത്തിക്കൊക്കെ പറ്റുന്ന ഈ കറി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ മല്ലിച്ചപ്പ് വെതറി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ച് വെക്കാം. കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഈ ബീഫ് കറി കൂട്ടാൻ പറ്റും കേട്ടോ. അപ്പോൾ പത്തിരിക്കും ചപ്പാത്തിക്കും ഇഡ്ഡലിക്കും ഒക്കെ പറ്റുന്ന ഈ ഒരു കറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.